എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം, ദോശ, പുട്ട്, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു 10-12 കാഷ്യൂസ് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും ഒന്ന് കുതിരാൻ മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഓയിൽ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ മതിയാവും കേട്ടോ. നമ്മളൊന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഷാലോ ഫ്രൈ എല്ലാ ചിക്കനും ബാച്ചായിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ വേഗം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഫ്രൈ ചെയ്തെടുത്ത് എല്ലാ ചിക്കനും മാറ്റിയതിന് ശേഷം നമുക്ക് അതേ ഓയിലിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് സവാള, ചെറിയ ഉള്ളി മസ്റ്റ് കേട്ടോ, കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് പൊടികളുടെ മണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നതിനെ അടിസ്ഥാനമാക്കി ഇപ്പോൾ വെള്ളം ചേർക്കണം കേട്ടോ. കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂസിലേക്ക് ഒരു അര തക്കാളിയൂടെ ചേർത്ത് അത് നന്നായിട്ട് അരച്ചൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമുക്കതിനകത്തേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ക്രീമി ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ നമുക്ക് ഇനി മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും കൂടെ പറയണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.